ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിറ്റ്ലർ ഭാഗം 7. രചന ഫൗസിയ നൗഷാദ്. ഓരോ മുറിയിലും ആരാണെന്ന് അറിയാതെ തന്നെയാണ് അവൾ തട്ടിയത്. സിദ്ധുവിൻ്റെ മുറിയാണെന്നറിയാതെ അവൾ മുകളിലത്തെ ഏറ്റവും ഒടുവിലെ മുറിയുടെ വാതിലിൽ തട്ടി. കുറേ നേരം തട്ടിയിട്ടും അനക്കമൊന്നുമില്ല. അവസാനമായി ഒന്നുകൂടി തട്ടാമെന്ന് കരുതി അവൾ വാതിലിൽ ഒന്ന് കൊട്ടി. കമീൻ. അകത്തു നിന്ന് സിദ്ധുവിൻ്റെ സ്വരം. എൻ്റെ ദൈവമേ, ഇങ്ങനെയാണോ ഇതില്? എങ്ങനെ അകത്തേക്ക് കയറും? അപ്പോഴേ അങ്ങ് പോയാൽ മതിയായിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് അകത്തേക്കു കയറി. മുറി കണ്ട് അവൾ അല്പസമയം അതേ നിൽപ്പ് നിന്നു. വിശാലമായ മുറി. അതിലില്ലാത്ത സാധനങ്ങൾ ചുരുക്കമാണ്. അലമാര, കബോർഡ്, ബുക്ക് ഷെൽഫ്, ഫാമിലി കോട്ട് ബെഡ്, അങ്ങനെ എണ്ണിയാ തീരാത്തത്രയും. പക്ഷേ ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്. അവിടെ അത് മനോഹരമായ ഇരിപ്പുണ്ട്. സ്ഥാനം തെറ്റി ഒന്നും തന്നെ അവിടെയില്ല. താഴെ പതിച്ച ടൈലിൽ അവൾക്ക് തന്റെ മുഖം കാണാൻ കഴിഞ്ഞു. നല്ല ചില്ല പോലെ വെടുപ്പാക്കിയിട്ട മുറി. ഗ്ലാസ് ഡോറും ബാൽക്കണിയും എതിർവശത്തുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ എന്തോ മറ്റൊരു മുറി കൂടി കണ്ടു. അവൾ എന്തിനാ വന്നതെന്ന് തന്നെ മറന്നുപോയി. കുറച്ചു കഴിഞ്ഞും അകത്തു കയറിയ ആളുടെ അനക്കം ഇല്ലാത്തത് കൊണ്ടും സിദ്ധു ബെഡ്റൂമിൽ തന്നെയുള്ള ഒരു ചെറിയ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. അവൻ വിയർത്ത് ധരിച്ചിരുന്ന ടീഷർട്ട് അവന്റെ ഫിറ്റ് ബോഡിയോട് ചേർന്ന് എടുത്തു കാണിച്ചു. വർക്കൗട്ട് കഴിഞ്ഞിട്ട് വരികയാണെന്ന് അവൾ ഊഹിച്ചു. എന്താടി, എത്ര നേരമായി നിന്നെ വിളിച്ചിട്ട്? നിനക്ക് ടീ കൊണ്ടുവന്നെങ്കിൽ ഒന്ന് വിളിച്ചുകൂടെ? അല്ല, അത് ഞാൻ വന്നതേ ഉള്ളൂ. ലക്ഷ്മി ആവുമെന്ന് കരുതി അകത്തേക്ക് വരാൻ പറഞ്ഞത്. ഇങ്ങ് തന്നേക്ക്. അവനതേ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ ചായ അവന് നീട്ടി. അവനത് വാങ്ങി. തീരുമാനം വല്ലതും എടുത്തോടി? ഇല്ലെന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. ഓക്കെ, എന്നാ നീ പൊക്കോ. അവൾ മുറിയിൽ നിന്ന് വേഗം തന്നെ പുറത്തിറങ്ങി. ആശ്വാസമായി. ഇങ്ങനെന്താ കടിച്ചു നിന്ന പോലെ സംസാരിക്കുന്നത്? ഒരു മയത്തിലൊക്കെ സംസാരിച്ചൂടെ? എന്നാലും അത് ഈ ഹിറ്റ്ലർ വിടുമെന്ന് തോന്നില്ല. ഞാൻ എന്താ ചെയ്യാ? ഞാൻ നേരത്തെ തന്നെ ഒരാളെ വിവാഹം കഴിച്ചതാണെന്ന് എങ്ങനെ പറയും? പറഞ്ഞാൽ തന്നെ തെളിവ് ചോദിക്കും. ആരാണെന്ന് ചോദിക്കും. അതിനുള്ള മറുപടി എന്താ പറയാ? ഈ ഒരു ചരടല്ലാതെ മറ്റൊരു തെളിവോ അടയാളോ ഒന്നും എൻ്റെ കയ്യിലില്ല. എന്തിനേറെ പറയുന്നു, ഡീറ്റെയിൽസ് പോലും അറിയില്ല. പിന്നെ എങ്ങനെ സ്നേഹിച്ചു എന്ന് ചോദിച്ചാല്, ടീച്ചർ അമ്മയുടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ടീച്ചറമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ബാക്കി കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. പക്ഷേ ടീച്ചറമ്മയും പോയി. ഇനി ആരോടാ ഞാൻ ഋതുവേട്ടനെ കുറിച്ച് ചോദിക്കുക? ഇനി കാണുമോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ എത്രയൊക്കെ ആയാലും ഈ താലിക്ക് ഞാൻ അത്രയേറെ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരാളെ എനിക്ക് തമാശയ്ക്ക് പോലും സ്വീകരിക്കാൻ പറ്റില്ല. രാവിലെ എല്ലാവർക്കുമുള്ള പ്രാതൽ വിളമ്പി. സിദ്ധുവിന് അവൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇഷ്ടമായിരുന്നു. അവൻ പലതവണയും ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല വൃത്തിയുണ്ടായിരുന്നു അവക്ക്. രാവിലെ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. ആ സമയം മുടി അഴിച്ചിട്ടാവും ഉണ്ടാവുക. പിന്നെ പ്രാതൽ ഉണ്ടാക്കാൻ സമയമാവുമ്പോഴേക്കും അവൾ നീണ്ട ഇടതുറന്ന മുടി പിന്നെ മുകളിലേക്ക് വെച്ച് ക്ലിപ്പിടും. ധാവണി തുമ്പ് പിടിച്ച് വയറിന്മേൽ കുത്തും. ഇതൊക്കെ അവൾ അറിയാതെ തന്നെ വീക്ഷിച്ച കാര്യങ്ങളാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ആരും മിണ്ടില്ല. അത് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേക്കാൻ ഒരുങ്ങുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിച്ചു, അല്ല സിദ്ധു, എന്താ നിന്റെ തീരുമാനം? വേദികയെ വിവാഹം കഴിക്കാൻ നീ തീരുമാനിച്ചോ? അച്ഛൻ വീണ്ടും ആ വിഷയം എടുത്തിട്ടത് അവനെ അലോസരപ്പെടുത്തി. അത് സമയമുണ്ടല്ലോ, നോക്കാം. ഇല്ല, തീരെ സമയമില്ല. എത്രയും വേഗം ഞങ്ങൾക്ക് മറുപടി കിട്ടണം. വിവാഹത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കണം. അതെന്തായാലും ഞങ്ങൾ തുടങ്ങുകയാണ്. ഇനിയൊരു കാര്യത്തിലാണ് ഉറപ്പ് വേണ്ടത്. വധുവിന്റെ പേരിന്റെ സ്ഥാനത്ത് വേദികയാണോ ദിവ്യയാണോ? അഞ്ജലി ചോദിച്ചു. അമ്മ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് സമയം വേണം എല്ലാം ശരിയാക്കാൻ. അതെന്തായാലും മറ്റാര് തന്നെ ആയാലും ദിവ്യ ആവില്ല. അതോർത്തമ്മ വേവലാതിപ്പെടേണ്ട. അത് പറഞ്ഞവൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞതും അവിടെ ഇരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ദേഷ്യത്തോടെ വേദികയിലേക്ക് നീണ്ടു. അവൾ വല്ലായ്മയോടെ അടുക്കളയിലേക്ക് വലിഞ്ഞു. എന്തൊക്കെയാണാവോ ഉണ്ടാകാൻ പോകുന്നത്? ആകെയുള്ള ആശ്രയം ഈ വീടാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടാ ഇനി എങ്ങോട്ട് പോവും? ഓരോന്ന് ആലോചിച്ചിട്ട് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെ അഞ്ജലി, നമുക്ക് അനികയുടെ ഹൃത്തിക്കിന്റെ വിവാഹം കൂടി അന്നങ്ങ് നടത്തിയാലോ? ദിവ്യയുടെ ഹൃത്തിക്കിന്റെ അമ്മയായ രജനി പറഞ്ഞു. അത് നല്ലൊരു തീരുമാനമാണ്. ദിവ്യയുടെ സിദ്ധുവിന്റെ വിവാഹവും ഹൃത്തിക്കിന്റെ അനികയുടെയും വിവാഹവും രണ്ടും കൂടി ഒരു പന്തലിൽ അങ്ങ് നടത്താം. പ്രീതി എന്തു പറയുന്നു? അഞ്ജലി അനുകൂലിച്ചു. നടത്താൻ ചേച്ചി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ബന്ധവുമാണ്. സിദ്ധു കഴിഞ്ഞാൽ പിന്നെ അനികയെ ഹൃത്തിക്കും അല്ലേ മൂത്തത്. അപ്പോൾ അതങ്ങ് നടക്കട്ടെ, രാജ പറഞ്ഞു. അവരെല്ലാം കൂടി ആലോചിച്ച് തീരുമാനം ഉറപ്പിച്ചു. ദിവ്യയേക്കാൾ 2 വയസ്സ് മൂത്തതാണ് അനിക. അതേ പ്രായം തന്നെയാണ് ഹൃത്തിക്കും. രജനി ഹൃത്തിക്കിന് മെസ്സേജ് അയച്ചു. ലണ്ടനിലാണ് അവൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെ തിരികെ വിളിച്ചു. വിവാഹോ? അതെന്തിനാ അമ്മ ഇത്ര പെട്ടെന്ന്? എന്താ ധൃതി? ഹൃത്തിക് ചോദിച്ചു. അല്ല മോനെ, ഏതായാലും സിദ്ധുവിൻ്റെ ദിവ്യയുടെ വിവാഹം അടുത്ത മാസം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുകൂടി അങ്ങ് നടക്കട്ടെ. നീ എന്നാ വരുന്നേ? ഞാൻ നോക്കട്ടെ അമ്മേ. അടുത്ത മാസമല്ലേ? നിങ്ങൾ കാര്യങ്ങൾ ഒരുക്കിക്കോ, ഞാനങ്ങ് എത്താം. ലീവ് ഒന്ന് ശരിയാക്കട്ടെ. ശരി മോനെ. അവർക്കും സന്തോഷമായി. അനികയും ഹൃത്തിക്കും തമ്മിലുള്ള ബന്ധം കുഞ്ഞിലേ മുതൽ പറഞ്ഞു വെച്ചതാണ്. അവർക്ക് പരസ്പരം ഇഷ്ടവുമാണ്.
അല്ല അഞ്ജു, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഇനി അവളെങ്ങാനും വിവാഹത്തിന് സമ്മതിച്ചാലോ? സിദ്ധു അവളെ തന്നെ കെട്ടില്ലേ? ദിവ്യമോൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇല്ല രജനി, അവളെ സമ്മതിക്കാൻ പോകുന്നില്ല. എന്തായാലും അവൻ ഈ കാര്യം എപ്പോഴും അവളോട് പറഞ്ഞു കാണും. ഇതുവരെ അവൻ നമ്മളോട് അനുകൂലമായ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. പിന്നെ അവൾക്ക് നല്ല ബോധ്യമുണ്ട് അത്രമാത്രം അർഹതയൊന്നും അവൾക്കില്ലെന്ന്. വേണമെങ്കിൽ നീ വാ, നമുക്കതൊന്ന് ബോധിപ്പിച്ചിട്ട് വരാം. അവർ മൂവരും അടുക്കളയിലേക്ക് വന്നു. വേദിക പാത്രം കഴുകി വെക്കുകയായിരുന്നു. ഇങ്ങനെയാണോ ഈ പാത്രം കഴുകുന്നത്? കുറച്ചുകൂടി വൃത്തിയായി ചെയ്തുകൂടെ നിനക്ക്? അഞ്ജലി പറഞ്ഞത് കേട്ടവൾ പാത്രത്തിലേക്കൊന്ന് നോക്കി. നല്ലപോലെ തന്നെയാണ് കഴുകിയിരിക്കുന്നത്. ഇതിനെന്താ പ്രശ്നം? നീ ഇവിടുത്തെ അടുക്കളക്കാരിയാ, ഇടയ്ക്കൊക്കെ അതൊന്ന് ഓർക്കുന്നത് നല്ലതാ, രജനി പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. അവരോടൊന്നും മിണ്ടിയിട്ടും കാര്യമില്ലെന്ന് അവൾക്കറിയാം. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, സിദ്ധുവിന്റെയും ദിവ്യയുടെയും വിവാഹം നേരത്തെ ഉറപ്പിച്ചു വെച്ചതാ. അവൾ അവനെ സ്വപ്നം കണ്ട് കുഞ്ഞിലേ മുതൽ നടക്കുക. എന്നിട്ടാണ് അവൻ ഇന്നലെ കണ്ട നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞത്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. കുറച്ച് തൊലിവെളുപ്പുണ്ട്, അല്ലാതെ നിനക്ക് എന്ത് യോഗ്യതയാടി ഉള്ളത്? പ്രീതിക ചോദിച്ചു. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അവളായിട്ട് ആരോടും ഒന്നിനും പോകുന്നില്ല, പിന്നെ എന്തിനാണ് എല്ലാവരും കൂടി തന്നെ ദ്രോഹിക്കുന്നത്? എടി, നിനക്ക് പറഞ്ഞത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള ഒരു അർഹതയില്ല. പിന്നെയാണ് സിദ്ധു. നിന്റെ മനസ്സിൽ അവന്റെ രൂപം പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊന്നും ഉണ്ടായാൽ അത് മുളയിലെ നുള്ളിക്കോണം. അവന് നിന്നെ ഇഷ്ടമായിട്ടൊന്നുമല്ല, ദിവ്യ ഒഴിവാക്കാനാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാ പറയുന്നത്. നീ അതിന് കൂട്ടു നിൽക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി, അവൾ തലയാട്ടി. അവർ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. ഇവിടെ നിന്ന് പോയാലോ? കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. സിദ്ധുവിന് തന്നെ കെട്ടണം, മറ്റുള്ളവർക്ക് തന്നെ കെട്ടരുത്. ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും സൗകര്യങ്ങൾ തന്നതും സിദ്ധുവാണ്. ആര് പറയുന്നത് കേൾക്കണം? എന്തായാലും പെട്ടെന്നൊരാളെ കെട്ടാനൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. സിദ്ധു സാറ് വേറെ ആളെ നോക്കട്ടെ. അവൾക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും വന്നു. അവൾ ടീച്ചറമ്മയെ ഓർത്തു. ടീച്ചറമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അനാഥാലയത്തിൻ്റെ കുറച്ചപ്പുറത്താണ് ടീച്ചറമ്മയുടെ വീട്. അവൾ അവിടെ ജോലിക്ക് പോകുമായിരുന്നു. ജോലിയെന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനു മാത്രം ജോലിയൊന്നും അവർ എടുപ്പിക്കാറില്ല. അവർക്ക് മിണ്ടിയും പറഞ്ഞും ചെറിയ സഹായങ്ങൾ ചെയ്തും കൂട്ടിനിരിക്കാൻ ഒരാൾ. അതായിരുന്നു വേദിക. ടീച്ചറമ്മയ്ക്കൊരു മകനുണ്ട്, രുദ്രൻ. ടീച്ചറമ്മയുടെ ഭർത്താവ് രുദ്രന്റെ ചെറുപ്പത്തിൽ മരിച്ചു. അവൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ ടീച്ചറമ്മയുടെ വീട്ടിൽ പോവും. സ്കൂളിൽ പോയിട്ട് വന്ന ശേഷമാണ് പോവുക. ടീച്ചറമ്മയ്ക്ക് വയ്യാത്ത ദിവസങ്ങളിൽ അവിടെ നിൽക്കും. അല്ലാത്തപ്പോൾ രാത്രിയാകുമ്പോൾ തിരികെ വരും. ടീച്ചറമ്മ അവൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവളുടെ പഠന ചിലവുകൾ നോക്കിയിരുന്നത് അവരാണ്. അവളുടെ ആവശ്യങ്ങൾ അവർ കണ്ടറിഞ്ഞ് നടത്തി കൊടുക്കും. അവളുടെ പേരും പറഞ്ഞ് അനാഥാലയത്തിലെ ആയമാർ ടീച്ചറമ്മയുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങാറുണ്ട്. അങ്ങനെ ആരോരും ഇല്ലാത്ത അവളുടെ എല്ലാമായിരുന്നു ടീച്ചറമ്മ. അവളുടെ അമ്മയുടെ സ്ഥാനം തന്നെ. ഒരു കുറവും അവൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല. ടീച്ചറമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നില്ല. അവളുടെ കണ്ണുകൾ പൊടുന്നനെ ഓർമ്മയിൽ നിറഞ്ഞു. അവളുടെ കൈകൾ യാന്ത്രികമായി ചലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. മറ്റേതോ ലോകത്തിലെന്ന പോലെ ആയിരുന്നു അവൾ പെരുമാറിയിരുന്നത്. വേദിക! സിദ്ധു വിളിച്ചെങ്കിലും അവൾ കേട്ടിരുന്നില്ല. വേദിക! അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സിദ്ധുവിനെ കണ്ട് വേഗം കണ്ണു തുടച്ചു. നീ എന്താ, കരയുകയാണോ? ഏയ് അല്ല, കണ്ണി കരട് പോയതാ. ഓഹോ, അതിന് കരയണോ? എന്തിനാ കള്ളം പറയുന്നത്? ഒരാൾ കരയുന്നത് കണ്ടാൽ മനസ്സിലാവാതിരിക്കാൻ മാത്രം പൊട്ടനൊന്നും അല്ലടി ഞാൻ. സിദ്ധു സാർ എന്താ ഇവിടെ? എന്താ, എനിക്ക് എൻ്റെ വീട്ടിലെ കിച്ചണിലേക്ക് വരാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? അല്ല, ആരെങ്കിലും കണ്ടാൽ എന്നെ വെച്ചേക്കില്ല. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ലക്ഷ്മി അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടാം. ഇങ്ങോട്ട് വരരുത് പ്ലീസ്. അവളുടെ ശബ്ദം ഇടറി. അവൻ നടന്നവൾക്കെതിരെ വന്നു നിന്നു. അവൾ അവനെ നോക്കാതെ തല കുനിച്ചു. ഞാൻ കാരണം നീ ഇവിടെ ഉള്ളവരുടെ എല്ലാം കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ടല്ലേ? സോറി, മനഃപൂർവ്വമല്ല. എന്നെ ഇപ്പോൾ നിനക്ക് മാത്രമേ സഹായിക്കാൻ പറ്റൂ. പ്ലീസ്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം വേദിക. പിന്നെ നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ആദ്യമായിട്ടൊരു നിസ്സഹായത അവൾ കണ്ടു. അവൻ അവിടെ നിന്ന് പോയതും അവൾ തരിച്ചു നിന്നുപോയി. തുടരും.